ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഉച്ചത്തെ ഭക്ഷണത്തിൻ്റെയാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഞാൻ രാവിലെ ഇന്ന് കൊയിലാണ്ടി പിഷാരികാവ് അമ്പലത്തിൽ പോയി തൊഴുതു വന്നു. അപ്പം അതിനുശേഷം അപ്പം രാവിലത്തെ ഭക്ഷണം അവിടെ അമ്പലത്തിൽ നിന്ന് ഹോട്ടലിൽ നിന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ ഉച്ചത്തേക്കേ വേണ്ടുള്ളൂ. അപ്പം ഞങ്ങൾ പോയി വന്ന ശേഷം ഞാൻ ഉണ്ടാക്കുകയാണേ. അപ്പോൾ ഇത് അരിഞ്ഞു തുടങ്ങി ഞാൻ പയറ്. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അപ്പോൾ വേഗം വീഡിയോ എടുക്കുകയാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ നിന്ന് തന്നെയുള്ള പയറുകൊണ്ട് ഉപ്പേരി, പിന്നെ പുളിയായിട്ട് പുളിയില്ലാത്ത കൂട്ടാനാണ് വെക്കുന്നത്. പരിപ്പും വെള്ളരിക്കയൊക്കെ കൂടെ വെച്ചിട്ട് ഒരു കൂട്ടാനും ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പുളിക്ക് വേണ്ടിയിട്ട് വെറും തക്കാളി ഉപയോഗിച്ചിട്ട് ഒരു പച്ചടി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഒരു പപ്പടവും വീട്ടിലുള്ളതുകൊണ്ട് പപ്പടം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അല്ലേ. പിന്നെന്താ, വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പയറ്, ബാക്കിയും കൂടെ അരിയട്ടെ കേട്ടോ. ചോറ് ഞാൻ വെച്ചിട്ടായിരുന്നു കേട്ടോ പോയത്. അരി അടുപ്പത്തിട്ട് അതിലെ പോട്ടിലേക്ക് ഇറക്കി വെച്ചിട്ടായിരുന്നു കേട്ടോ രാവിലെ പോയത്. അപ്പൊ അത് വെന്തു. അപ്പൊ ഞാൻ എന്ത് ചെയ്യട്ടെ, അത് അരി വാർത്ത് വെക്കട്ടെ കേട്ടോ.
തക്കാളി പച്ചടിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഉപ്പേരി ഉണ്ടാക്കിയിട്ട് ആ ചീനച്ചട്ടി കഴുകിയില്ല കേട്ടോ. അതിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ പിന്നെ വെറുതെ അത് എടുക്കണ്ട വിചാരിച്ചിട്ട് ഇനി നമ്മൾ തക്കാളി പച്ചടി, വെറും തക്കാളി കൊണ്ടാണ് കേട്ടോ ഈ പച്ചടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ വേണ്ടത് തക്കാളി വേണം, കടുക്, കരുവേപ്പില ഉണ്ടെങ്കിൽ കറുവേപ്പില ഇല്ല എൻ്റെ അടുത്ത്. അതേപോലെ ഉണക്കമുളക് വേണം, ഉണക്കമുളകും ഇല്ല. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതുണ്ടാക്കാൻ വേണ്ടത്. ഇതിന് അരക്കി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തൈരും കടുകും കൂടെ അരച്ചാൽ മതി. കാരണം നമ്മൾ മുളക് പൊടിയാണല്ലോ ചേർക്കുന്നത്. അല്ലെങ്കിൽ പച്ചമുളകാണെങ്കിൽ പച്ചമുളകും കടുകും തേങ്ങയും കൂടെ അരച്ചിടാം. ഞാനിവിടെ മുളക് പൊടി ചേർക്കുന്നതുകൊണ്ട് അത് ചെയ്യുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കുന്നത് കാണാം കേട്ടോ. എണ്ണ ഒന്ന് ചൂടായിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. അപ്പൊ ഇന്ന് ഉച്ചത്തേക്കുള്ള ഭക്ഷണമൊക്കെ ആയിട്ടോ. അതായത് വെള്ളരിക്ക പരിപ്പ് കറി, പിന്നെ ഒരു തക്കാളി പച്ചടി, പയറുപ്പേരി, പപ്പടം. ഇത്രയും ഭക്ഷണം ഇന്നായി, ചോറുമായി. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ.